ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിബ്ലാസ് ഡയറി. എല്ലാവർക്കും ആദ്യം തന്നെ ഓണാശംസകൾ. നമുക്കറിയാം ഇപ്പം ഓണം സ്പെഷ്യൽ ഡേയ്സ് ആണ്, ഓണത്തിൻ്റെ തിരക്കിലാണ് എല്ലാവരും എന്നുള്ളത്. ഓണം എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ആദ്യം കയറി വരുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പൂക്കളം, രണ്ട് സദ്യ. അതിൽ സദ്യയിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് സാമ്പാർ. നമുക്ക് സാമ്പാർ എങ്ങനെയാണ് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്ത് നോക്കാം. സാമ്പാറിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ഞാനിവിടെ കട്ട് ചെയ്ത് സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഒരു 5 ലിറ്ററോളം വരുന്നൊരു കുക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 150 ഗ്രാമോളം വരുന്ന പരിപ്പ് ആദ്യം ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് ഒരു 2 വിസിൽ വരുന്നത് വരെ കുക്കറൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞൊരു 2 വിസിൽ തീരുമ്പോഴേക്കും എന്തായാലും പരിപ്പ് കറക്റ്റായിട്ട് പാകമായിട്ടുണ്ടാവും. പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക, ഒരു പച്ചക്കായ, ഒരു തക്കാളി, 1 കപ്പ് വരുന്ന മത്തൻ ചേർത്ത് കൊടുക്കുക, 2 ക്യാരറ്റ്, 150 ഗ്രാമോളം വരുന്ന കോവക്ക, പിന്നെ കുമ്പളങ്ങ, 50 ഗ്രാം ബീറ്റ്റൂട്ട്, ഒരു സവാള. ഇനി അതെല്ലാം കഴിഞ്ഞ് നമ്മളിത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു 5-6 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ഒരു വിസിൽ വരുന്നത് വരെയാണ് ഈ കുക്കർ ക്ലോസ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോഴേക്കും നല്ല രീതിയിൽ കറക്റ്റായിട്ട് പാകപ്പെട്ട് നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെന്ത് കിട്ടും. ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്താൽ മതി. ഇനി അതവിടെ റെഡി ആകുമ്പം നമ്മൾ ഈ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന വെജിറ്റബിൾസൊക്കെ നമ്മൾ ഫ്രൈ പാനിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഞാനിവിടെ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്, മുരിങ്ങാക്കോൽ എടുത്തിട്ടുണ്ട്, പിന്നെ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. 1.5 ഗ്ലാസ് വെള്ളം നമ്മൾ പാനിലിട്ടിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. കാരണം ഇത് കുക്കറിലിടുമ്പം ഓവറായിട്ട് വെന്തിട്ട് അതെല്ലാം കൂടി ഭയങ്കരമായിട്ട് വെന്ത് പോകും. അപ്പോൾ നമുക്ക് കഴിക്കാനും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫ്രൈ പാനിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നത്. ചെറിയ തോതിൽ ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിലൊന്നും ഇടേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാനിതിലേക്ക് പയറും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെണ്ടയ്ക്ക, പയർ, അതേപോലെ നമ്മുടെ മുരിങ്ങാക്കോലും വഴുതനങ്ങയും. ഇനി നമ്മൾ കറക്റ്റ് സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യം ഒരു പാനിൽ 2 ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ചുവന്ന മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 3.5 ടേബിൾ സ്പൂൺ സാമ്പാറിൻ്റെ പൗഡറാണ് നമുക്ക് ആവശ്യമുള്ളത്. സാമ്പാർ പൊടി വാങ്ങാൻ കിട്ടും. 3.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ എല്ലാം കൂടി സോട്ട് ചെയ്തെടുക്കുക. എല്ലാം ഇളക്കി കൊടുക്കുക. നമ്മുടെ സാമ്പാറിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഈ വെജിറ്റബിൾസൊക്കെ കഴിഞ്ഞിട്ട് വരുന്നത് സാമ്പാർ പൊടിയാണ്. ഏത് സാമ്പാർ പൊടി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. കാരണം അങ്ങനെ സ്പെസിഫിക്കായിട്ട് അങ്ങനെ ഇന്ന സാമ്പാർ പൊടി എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ നമ്മളിവിടെ ഒരു ടേബിൾ സ്പൂൺ കായം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കായപ്പൊടി. അതെല്ലാം ഇളക്കി കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 1.5 ഗ്ലാസ് പുളിവെള്ളം നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. നമ്മളിത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് അത് അത്യാവശ്യം കട്ടിയിലാവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു ഫ്രൈ പാനിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 10 ചെറിയുള്ളിയും 1 ടേബിൾ സ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ചെറിയുള്ളിയും തേങ്ങയും അതേപോലെ കുറച്ച് എണ്ണ ഒഴിച്ച് ഇത് നല്ല രീതിയിൽ
വൃത്തിയായി ഇളക്കി കൊടുക്കുക. കാരണം ഇത് നമുക്ക് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാനുള്ളതാണ്. തേങ്ങ നമുക്ക് അരച്ചത് ആവശ്യമുള്ളതാണ്. അപ്പോൾ അതിന് മുന്നേ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമ്മൾ ഫ്രൈ പാനിലിട്ടിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ ഈ കോക്കനട്ടിൻ്റെ മിക്സ്ചർ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലേക്ക് ഇടുന്നത്. നല്ല രീതിയിൽ തന്നെ അടിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ തേങ്ങ അരച്ചത് നമ്മൾ ഈ സാമ്പാർ പൊടിയും കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുള്ള പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ തേങ്ങയുടെ കൂടെ നമ്മളൊരു 10 ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്, അത് മറക്കണ്ട. അങ്ങനെ അത് ആഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇളക്കി കൊടുത്ത് ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നതെന്ന് പറയുന്നത് നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്ന നമ്മളെ വെജിറ്റബിൾസാണ്. അപ്പം അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു വിസിൽ വരെ മാത്രം വെയിറ്റ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഈ ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് വേവിച്ച വെജിറ്റബിൾസും അതേപോലെ സെക്കൻഡ് വേവിച്ചെടുത്ത വെജിറ്റബിൾസും, വെണ്ടയ്ക്ക, മുരിങ്ങക്കോൽ, പയർ, പിന്നെ വഴുതനങ്ങ, ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സാമ്പാർ മിക്സറിലേക്ക്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ ഉണ്ടാവുക. അപ്പോൾ എല്ലാം തന്നെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. ഈ ഒരു ടൈം ആകുമ്പോൾ തന്നെ ആ ഒരു പ്രോപ്പർ സാമ്പാർ സ്മെല്ല് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഈ സാമ്പാർ നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഒന്ന് സൂക്ഷിക്കണം. കാരണം ഓൾറെഡി വെന്തിട്ടുള്ള വെജിറ്റബിൾസ് ആണ്. അപ്പോൾ നമ്മൾ സ്പീഡിലൊന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ പതുക്കെ പതുക്കെ ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ ഇത് കറക്റ്റായിട്ട് ആ ഒരു പാകത്തിന് റെഡി ആവുന്നത് വരെ നമുക്ക് കുറച്ച് നേരത്തേക്ക് അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഒന്ന് പാകത്തിന് വരുന്നത് വരെ മാത്രം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് ലാസ്റ്റിലേക്കാകുമ്പോൾ കുറച്ച് കറിവേപ്പിലയും അതേപോലെ കുറച്ച് മല്ലിച്ചപ്പും ഞാൻ അവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. കാരണം പൊതുവേ സാമ്പാർ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഒരുപാട് പണി അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടെന്നൊക്കെ വിചാരിക്കുന്നതാണ്. നമുക്ക് സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. മെയിനായിട്ട് പറയുന്നത് നമ്മുടെ വെജിറ്റബിൾസൊക്കെ വേവിച്ചെടുക്കുക, അത് കഴിഞ്ഞ് സാമ്പാർ പൊടിയും മറ്റുള്ള സ്പൈസസും ചേർത്തിട്ടുള്ള ഒരു മിക്സർ. അപ്പോൾ 2 മിക്സറാണ് മെയിനായിട്ട് ഇതിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഈസി സാമ്പാർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. ഓണമാണ്. ആൻഡ് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമ.